ഹലോ, ഇന്നത്തെ വ്ളോഗ് എന്തായിരുന്നു? തൃക്കരിപ്പൂരുള്ള വീലാൻഡിലേക്ക് പോന്നെയാണ്. അങ്ങനെ നമ്മൾ റെഡി ചെയ്യാന്നുള്ള എൻ്റെ പട്ടി ഷോളിലുണ്ട്. അങ്ങനെ പിള്ളമാരെല്ലാം ഡിക്കിലെത്താൻ തിരിച്ച് അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പിള്ളമാരെല്ലാം ഡിക്കിലെത്തി നമ്മൾ നേരെ പോയിട്ട് എത്തിയത് അടുത്തേക്ക് പള്ളിക്കര ബീച്ചിലേക്ക്. കാറിൽ ഇരുന്നിട്ട് ലൊക്കേഷൻ എടുത്തിട്ട് അമ്മ അറിഞ്ഞത് 1.5 മണിക്കൂർ പോകണം. ഈ തൃക്കരിപ്പൂരം കേടേന്ന് അറിയില്ല, പിന്നെ അവർക്ക് തീരെ അറിയില്ലല്ലോ. അങ്ങനെ ഞമ്മ ഇത്രയെല്ലാം റെഡി ആയിട്ട് അമ്മ നിന്നല്ല. പിന്നെ എന്തായാലും ബീച്ചിലെങ്കിലും പോയിട്ട് നമുക്ക് കുറച്ച് എൻജോയ്മെന്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ബീച്ചിൽ പോയത്. പിന്നെ മുറ്റത്ത് മുല്ലേക്ക് മണം ഉണ്ടായില്ലല്ലോ, മായിരോട്ടം പോയതുകൊണ്ട് നമുക്ക് അത്ര ബലയില്ല. പിന്നെ പെറ്റ്സി ഫോറസ്റ്റിൽ ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായില്ല. എന്ത് സംഭവം ഒന്നും അറിയില്ല. അങ്ങ് കയറാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, അത് വേറെ കഥ. പിന്നെ പിള്ളമാർക്ക് കുറച്ച് കൊസിയെല്ലാം ആയിക്കോട്ട് എറിഞ്ഞിട്ട് പിന്നെ അയിലെല്ലാം ഇരുത്തിക്കൊണ്ട് എൻ്റെ നെസൽ ഭയങ്കര ഹാപ്പി. പിന്നെ എന്നെ കണ്ടിട്ട് പറഞ്ഞല്ലോ അങ്കി ഇരിക്കുന്ന ഹാപ്പി ആ. അതിന്റെ ഇടയിൽ പിള്ളമാർക്ക് ആസ വന്നു ഒട്ടകത്തിന്റെ മീത്തിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റുവാന്ന് സാധിച്ചു കൊടുത്തേക്കണം. ഇതും പോന്ന കണ്ടിട്ട് ഓളി ബേജാറിൽ നോക്കിട്ട് എന്നെ നിക്കുന്നുണ്ടാവോ. ഒരു കുതിരപ്പുറത്ത് 2 കഴുതകൾ. അത് കഴിഞ്ഞിട്ട് മോന് പറഞ്ഞ എന്റെ വീഡിയോ ഫോട്ടോസ് എല്ലാം എടുത്താന്ന് ഞാൻ വിളിച്ചോണ്ടോയി. യോള എന്നെ ഇത് കൊണ്ട് വന്ന് പിന്നെ കടലിൽ പോയിരുന്ന ഞാൻ വേഗം വന്നിട്ടാണ്. പിന്നെ ഈ മുട്ടയ്ക്ക് ഇവിടെ ഭയങ്കര തല്ല അപ്രി ഓള് വീഡിയോക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിട്ട് വരെ തമ്മിക്കുന്നില്ല. അത്ര പേര് പാക്കിൽ ഇച്ചക്കുണ്ട്. ഇവിടെ ആരുമില്ലേ? ആടെ വെച്ചിട്ടുണ്ടമ്മ ഞമ്മ പറഞ്ഞേ ഇപ്പൊ പോന്നില്ലാലോ എന്ന് പറഞ്ഞിട്ട് ഞമ്മ പിള്ളമാരെല്ലാം കയറ്റി പാവിന ഓസിക്കുള്ള കാര്യം നമ്മ എന്തായാലും നടത്തും. പിന്നെ നമ്മൾ ഇവിടെ പോയെങ്കിൽ നമ്മളെ മെയിൻ പരിപാടി നമ്മളെ എന്തെങ്കിലും ഞാൻ തിന്നണല്ലോ. അങ്ങനെ നമ്മ ഐസ്ക്രീം കോൺ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതെല്ലാം തിന്നിന് അത് ഇൻക്ലൂഡ് ആക്കാൻ ഇതിൽ കഴിഞ്ഞിട്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പിന്നെ ഈ ഒരു സംഭവം നോക്കല്ലോ, ആടെ ഉണ്ടായത് ആ മേഘത്തിന്റെ കരക്കുന്നില്ല ഗോൾഡൻ ലൈറ്റ് കളറായിട്ട് നല്ല ഉണ്ടായിത്. യോക്ക് തുന്നി തീർന്നിട്ട് വരില്ല. പിന്നെ വള്ളം മേങ്ങി ഓള ലാസ്റ്റ് അതിന് കൈയിട്ടിട്ടല്ലോ തിന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. അടുന്ന് വിരിച്ച് നമുക്ക് ഫ്രീക്കന്നെ പട്ടം തന്നിപ്പാ അത് മുടിച്ച് ഞാൻ കളിക്കുന്നുണ്ടേനാ. അത് കണ്ടിട്ടാകുമ്പോ മറ്റോള് വന്നിട്ട് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ പറപ്പിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് താലേക്കാക്കിപ്പാ നമുക്ക് പെരുക്കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട് അത് മുടിച്ച് ഞാൻ കളിക്കുന്നുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കാണാനാട്ടനെ പോലെ പക്ഷെ ഇതെന്താ പിന്നെ ഈ പെർഫ്യൂമിന്റെ ഈ സൈഡിലേക്ക് പോകുമ്പോ ഭയങ്കര സ്മെല്ല്. പിന്നെ അതിന്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് അങ്ങനെ ഇങ്ങനെ എല്ലാം നോക്കിയിട്ടല്ലോ. പിന്നെ അതിൽ തന്നെ പോയി പിള്ളമാരെ കളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത തന്നെ പോയി വന്നത് മുതലാക്കണ്ടേ. എന്റെ ഇടയിൽ ഉമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആടെയുണ്ട്, നിങ്ങൾ വരുന്നില്ലെന്നല്ലോ. അങ്ങനെ ലേറ്റ് ആയിട്ട് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് അയിലെല്ലാം കളിച്ചോണ്ട് പിന്നെ അതിന്റെ ഇടയില് മയെല്ലാം പെയ്തി. ഓൾ എത്രയായാലും അതിൽ നിൽക്കുന്നില്ല നോക്കല്ല. കുഞ്ഞിനെ ഓള് നനപ്പിച്ചിട്ട് ഇറബേ അങ്ങനെ കളിച്ച് ബന്ധിരമച്ച് നേരെ പേർക്ക് പോവാന്ന്. അതിന്റെ ഇടയിൽ മേസ മാത്രം പോയിട്ട് പോപ്കോൺ എല്ലാം എങ്ങനെ. പിന്നെ യോറെല്ലാം കൈ കാണിക്കുമ്പോ യോളൊരു എക്സ്പ്രഷൻ നോക്കല്ലോ. യോപ്പാ നിങ്ങൾ എന്തി മേങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ പോകുന്ന പോക്കിന് സീ പാർക്കിലേക്കും കയറി തന്നെ പോവാന്ന് വെച്ച് എത്തുമ്പോഴത്തേക്ക് നെസൽ ഉറങ്ങിന്. പിന്നെ അതിനെല്ലാം കുട്ടികൾ ഇങ്ങനത്തെ എല്ലാം ഉപകാരമുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. പിന്നെ ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. അങ്ങനെ ഇതെല്ലാം തോന്നിയിട്ട് നമ്മൾ നേരെ പേർക്കൊക്കെ വിട്ടു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ.